നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഇന്നത്തെ വായന എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൂടെയില്ലാതെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്? സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ? ഈ വ്യക്തിയുടെ മനസ്സിന് സത്യസന്ധതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം ബേർഡനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ വളരെയധികം നമ്മൾ പറയില്ലേ, വളരെയധികം ബാധ്യതകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പച്ച മലയാളത്തിൽ പറയാനാണെങ്കിൽ എന്തൊക്കെയോ വയ്യാവേലികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തേർഡ് പാർട്ടി മൂലം കൊണ്ട് തന്നെ വന്നിരിക്കുന്ന ചില ബാധ്യതകളായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ മതസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ ഒന്നിക്കുന്ന കാര്യത്തിലായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത മതത്തിലുള്ള രണ്ട് വ്യക്തികളായിരിക്കാം, വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവിടെ വേറെന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം സ്തംഭിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വേറെന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഉത്തരവാദിത്തങ്ങൾ, വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെന്തൊക്കെയോ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വ്യക്തിക്ക് വളരെയധികം ഉത്തരവാദിത്തം, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ അമ്മയിൽ നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില സ്വഭാവ രീതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അനുഭവം, അമ്മയിൽ നിന്നുള്ള അനുഭവം, അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അമ്മയിൽ നിന്നും വളരെയധികം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വിഷമകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം മാനസികപരമായിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. എങ്കിൽ പോലും ഈ വ്യക്തി പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. എന്തൊക്കെയോ കടബാധ്യതകളായിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വീട്ടിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങളും, അത് ചിലപ്പോൾ വീട്ടിലുള്ള ചുമതലകളായിരിക്കാം, ചിലപ്പോൾ അച്ഛനോ അമ്മയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യതകളോ, അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നതോ, അല്ലെങ്കിൽ ഒരു സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയുടെ കാര്യം നോക്കാം, അല്ലെങ്കിൽ അനിയന്റെ കാര്യം നോക്കാം. അങ്ങനത്തെ എന്തോ ഒരു ബാധ്യത, അത് ഒരു ബാധ്യത എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ അതിനെ നോക്കിക്കാണുന്നത് വളരെയധികം ഒരു ബാധ്യതയോട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും ഇഴുകിച്ചേരാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് പരിപൂർണമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അത്തരം ഒരു സന്ദർഭമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം അതിനോട് വിഷമമുണ്ട്. കാരണം നിങ്ങളായിട്ടുള്ള സന്ദർഭം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും സന്തോഷത്തിലല്ല ജീവിച്ചു പോകുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാം, ഒരുപാട് വഴികാട്ടികൾ ഉണ്ടാകാം. പക്ഷെ ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ദുഃഖം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താ പറയുക, ഈ വ്യക്തി വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നതുമായിട്ടാണ് ഇവിടെ കാർഡ്സ് വ്യക്തമാക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടത്തോടെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങളോട് വളരെ താല്പര്യമുണ്ട്. നിങ്ങളായിട്ട് തന്നെ ഒരുമിച്ച് ജീവിച്ചു പോകണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒന്നിച്ച് ജീവിച്ചു പോകണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ വ്യക്തി പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി പല കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും, എന്തെങ്കിലും പ്രശ്നങ്ങളോ ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ഭാരം എത്രയും പെട്ടെന്ന് തലയിൽ നിന്നും ഇറക്കി വെക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു സ്നേഹബന്ധത്തിന് നീതി ലഭിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് ഒരു ഒരു തുടർച്ചയായിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. ഓൺ ആൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തി വേറെ സ്ഥലത്തായിരിക്കാം, നിങ്ങൾ വേറെ സ്ഥലത്തായിരിക്കാം, ഒരുമിച്ചായിരിക്കില്ല നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നേരിൽ കാണാനോ സംസാരിക്കാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ രണ്ടു പേരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ അത് വളരെയധികം ഒരു പരിതാപകരമായ ഒരവസ്ഥയായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൽ എന്തെങ്കിലും ഭാരങ്ങൾ, ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ വേറെയും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെപ്പോഴും ഒരുപക്ഷെ ഫോൺ വിളിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കാൻ ദിവസവും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, ചിലപ്പോൾ ആഴ്ചയിലായിരിക്കാം അല്ലെങ്കിൽ മാസത്തിലായിരിക്കാം കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിന് വളരെയധികം വിഷമവും നിരാശയും ഒറ്റപ്പെടലുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ പ്രൈവസി ഉണ്ടാവില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ അത്രത്തോളം ഒന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്നേഹം പങ്കിടാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം ഒരു ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുക ഭാഗ്യമില്ലാത്തവനാണ് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നൊഴിഞ്ഞ് സ്വസ്ഥമായി നിങ്ങളിലേക്ക് എപ്പോൾ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ വ്യക്തി ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഒരുപക്ഷെ വിദേശത്തായിരിക്കാം, അത് വളരെയധികം റിസ്ക് പിടിച്ചിട്ടുള്ളൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, മറ്റാരുടെയും ഒന്നിനും പോകാതെ മറ്റാരോടും പരാതിയും പരിഭവവും പറയാതെ സ്വന്തം പ്രശ്നങ്ങൾ സ്വന്തമായി തന്നെ പരിഹരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. സ്വന്തമായിട്ട് ജീവിക്കണമെങ്കിൽ പോലും സ്വന്തമായി തന്നെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അന്നം കണ്ടെത്തണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി പലവരുടെയും ഭാഗത്തു നിന്ന് വരുന്ന സഹായങ്ങൾ നിരസിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ വ്യക്തി നിരസിക്കുന്നുണ്ടാകാം, വേണ്ട എന്ന് പറയുന്നുണ്ടാകാം. കാരണം ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടെല്ലാം ചെയ്യണം, ആരുടെയും കീഴിൽ അടിമപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതിനിടയിൽ നിങ്ങളെയും നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്തതിനുള്ള വിഷമവും ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യങ്ങൾ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളില്ലാതെ ഈ വ്യക്തി ദുഃഖത്തിലാണ്, സന്തോഷത്തിലൊന്നുമല്ല. പക്ഷേ ഈ വ്യക്തിയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭാവിയിൽ സക്സസ് ആകും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. പക്ഷെ അത് ശരിയാണ്, ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നല്ലൊരു സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള വിജയം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തിയുടെ വിശ്വാസം ഈ വ്യക്തിയെ രക്ഷിക്കും എന്നാണ് കാണിക്കുന്നത്. അതങ്ങനെ തന്നെ വരട്ടെ. കാരണം ഈ വ്യക്തിയുടെ
ഈ വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ മനസ്സിൽ സത്യസന്ധതയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് വായനയിൽ കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോൻ്റെ തുടക്കത്തിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.